പ്രേമ, ഈ ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന ഒരു ജലബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മപുത്ര നദിയിൽ അത്തരത്തിൽ ഒരു ശ്രമം അവർ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത് എന്താണത്? ആ വാർത്തയിൽ കുറച്ചൊക്കെ അതിശയോക്തിയുണ്ട്, എന്നാലും അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ജലബോംബ് എന്നൊക്കെ പറയുന്നതിൽ കുറച്ചൊക്കെ അതിശയോക്തിയുണ്ട്, കുറച്ചൊക്കെ വാസ്തവമുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാലേ ഈ ജലബോംബ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് വ്യക്തമാവുള്ളൂ. ഏതായാലും ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ നദികളിലൊന്നാണ്. കാരണം അത് വഹിക്കുന്ന ജലത്തിൻ്റെ അളവ് തന്നെയാണ് അതിൻ്റെ കാരണം. കണക്കുകൾ പ്രകാരം സെക്കൻഡിൽ 22,000 ക്യൂബിക് മീറ്റർ അത്രയും വെള്ളം വഹിക്കുന്ന ഒരു വലിയ നദിയാണ്. അതിപ്പോൾ മഴക്കാലത്താണെങ്കിൽ 22,000 എന്നുള്ളത് 1,00,000 ക്യൂബിക് മീറ്റർ എന്ന തരത്തിലാണ് ഈ വെള്ളം അതിലൂടെ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ അത്രയും വലിയൊരളവിൽ വെള്ളം ഒഴുകുന്ന ഒരു നദിയിൽ ഒരു അണ കെട്ടി അത് തടഞ്ഞ് ഉണ്ടാകുക സ്വാഭാവികമായിട്ടും വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് മൊത്തത്തിൽ ഇതൊരു ജലബോംബ് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നത്. എന്നാൽ അതിൻ്റെ വാസ്തവം മനസ്സിലാക്കിയാൽ കുറച്ച് അത്ര വലിയ ഭീഷണി ഇല്ല, എന്നാലും ആശങ്കയ്ക്ക് വകയുണ്ട്. അതിൻ്റെ കാരണവും പറഞ്ഞു തരാം. ഈ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് തിബറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിബറ്റിൻ്റെ അവിടെ അവിടുത്തെ ഒരു ഹിമാനി ചെമങ്ങയും ദുങ് എന്ന് പറയുന്ന ഒരു ഹിമാനിയിലാണിത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി തിബറ്റിൻ്റെ ഭാഗങ്ങളിൽ ഒഴുകി വരുമ്പോൾ ഇത് അത്ര വലിയ ജലസമ്പത്തുള്ളൊരു നദിയല്ല ഇത്. കാരണം വലിയ രീതിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്നതും വരണ്ട പ്രദേശത്തും കൂടി വരുമ്പോൾ സാധാരണ ഒരു ചെറിയ നദിയുടെ ഒരു പ്രതീതിയുള്ളൂ ഈ ബ്രഹ്മപുത്രയ്ക്ക്. എന്നാൽ ഇത് അസം, അരുണാചൽ പ്രദേശ് മുതലായ ഇന്ത്യൻ മേഖലകളിലോട്ട് കിടക്കുമ്പോൾ വൃഷ്ടി പ്രദേശങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് മഴ കിട്ടുന്ന പ്രദേശങ്ങൾ ഒരുപാടുണ്ട്, നിരവധിയായ പോഷക നദികൾ ഇതിലോട്ട് വന്ന് ചേരുന്നുണ്ട്. അങ്ങനെയാണ് ഇതൊരു ഭീമാകാരമായ നദിയായിട്ട് മാറുന്നത്. ഇപ്പം ചൈനയുടെ പ്രദേശത്ത് കടന്നു പോകുമ്പോൾ ഇത് അത്ര വലിയ ഭീകര സ്വഭാവം ഈ നദിക്കില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഒരു അണക്കെട്ട് വരുന്നത് കൊണ്ട് വലിയ സുരക്ഷാ ഭീഷണി പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്കില്ല. ഈ ജലബോംബ് എന്ന് പറയുന്നതിന്റെ മുന ചെറുതായിട്ടൊന്ന് ഒടിക്കാം, പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് ഒടിക്കാനും പറ്റില്ല. പിന്നെ ഈ നദിയുടെ ഒരു ഈ അണക്കെട്ടിന്റെ ഒരു നിർമ്മാണവും കൂടി നമ്മൾ നോക്കണം. ഇത് ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് യാർലുങ് സാങ്പോ എന്നാണ് അവിടുത്തെ ഈ ബ്രഹ്മപുത്രയുടെ അവിടുത്തെ പേര്. അപ്പൊ തിബറ്റിലെ മെഡോങ് എന്ന് പറയുന്ന മെഡോങ് അണക്കെട്ട് അതാണ് ഇവിടെ തിബറ്റിലാണ് ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 137 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ചെലവ് കണക്കാക്കുന്നത്. ഭീമൻ ജലവൈദ്യുത പദ്ധതി തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ സാധാരണഗതിയിൽ അണക്കെട്ടെന്ന് പറയുന്നത് വെള്ളത്തെ തടഞ്ഞു വെച്ചൊരു മതില് പോലെ പണിത് തടഞ്ഞു നിർത്തിക്കൊണ്ട് പിന്നെ അതിലൂടെ ഒഴുക്കി വിട്ട് ടർബൈൻ കറക്കി ജലവൈദ്യുത പദ്ധതി, അതാണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് റൺ ഓഫ് ദ റിവർ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്നില്ല, പക്ഷെ അതിന്റെ ആ ഒഴുക്കിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ വൈദ്യുതി അങ്ങനെ ഉത്പാദിപ്പിക്കാം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വെള്ളം തടഞ്ഞു നിർത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ വലിയൊരളവിൽ വെള്ളം തടഞ്ഞു നിർത്തി ഈ ജലബോംബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. അതൊന്നും. പിന്നെ എന്തുകൊണ്ട് ഇത് വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ യാർലുങ് സാങ്പോയിലെ ഗ്രാൻഡ് കനോൺ എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ ഈ നദി 2000 മീറ്റർ വരെ താഴോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് വലിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാകും. അപ്പൊ ആ ഒരു പ്രദേശത്ത് വെള്ളം തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി സാധ്യമല്ല. അപ്പൊ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അത് ചെറിയ ടണലുകൾ വഴിയോ ചില എന്താ പറയാ റെഗുലേറ്ററുകളൊക്കെ സ്ഥാപിച്ചു വഴിയോ അങ്ങനെയാണ് ഇവർ വൈദ്യുതി ഉൽപാദനമൊക്കെ നടത്തുന്നത്. എന്നാൽ ഇന്ത്യയും ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ വേണമെങ്കിൽ ഈ വെള്ളം അവർ വഴിതിരിച്ചു വിടുന്ന ടണലുകൾ അടക്കുകയോ ഈ റെഗുലേറ്ററുകൾ പെട്ടെന്നങ്ങ് തുറന്നു വിടുകയോ ചെയ്താൽ വലിയൊരളവ് വെള്ളം നമ്മുടെ അരുണാചൽ പ്രദേശ് അതേപോലുള്ള മേഖലകളിലോട്ട് കുതിച്ചെത്തും. ഇത് രണ്ടും തമ്മിൽ നമ്മുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 50 കിലോമീറ്റർ മാത്രമേ ദൂര വ്യത്യാസമുള്ളൂ. അപ്പോ അവിടെ അണക്കെട്ട് തുറന്നാൽ നമുക്കിവിടെ പെട്ടെന്ന് ഒരു മുന്നൊരുക്കം നടത്താനായിട്ട് സമയം കിട്ടില്ല. അപ്പോൾ വലിയൊരളവ് വെള്ളം ഇങ്ങോട്ടേക്ക് എത്തും. ഇത് തുറക്കുന്നത് മഴക്കാലത്തു കൂടിയാണെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ഇതിനൊരു ജലബോംബായിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലാണ്ട്
വലിയ കൂറ്റൻ അണക്കെട്ട് നിർമ്മിച്ച് അതെങ്ങാനും തകർന്നു പോയി. ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ പറയില്ല, ഒരു കുറെ അധികം കുറെ ജില്ലകളെ ബാധിക്കും. ആ ഒരു രീതിയിലല്ല, ഇങ്ങനെ ഒരു ഇതേപോലൊരു സാഹചര്യം വന്നാൽ അവർ ബോധപൂർവം ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ അത് നമുക്ക് ദോഷകരമായി ബാധിക്കും. ഇനി ഈ ഭീമൻ അണക്കെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കാം. ചൈനയില് ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഡാമാണ്. അവരുടെ യാങ്സ്റ്റേ എന്ന് പറയുന്ന നദിയിൽ പണിത ലോകത്തെ ഏറ്റവും ഭീമാകാരമായ ഒരു ഡാം. അപ്പൊ ആ ഡാമിനെ നിർമ്മിച്ചപ്പോ നമ്മുടെ ഭൂമിയുടെ കറക്കം ഉണ്ടല്ലോ, 0.06 മൈക്രോ സെക്കൻഡ് അതിന്റെ വ്യതിയാനം വന്നു. മനസ്സിലായി. അപ്പൊ അതിന്റെ കാരണം സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 177 മീറ്റർ ഉയരത്തില് ഇത്രയും അളവിൽ വെള്ളം സംഭരിച്ചു വെച്ചതുകൊണ്ട് ഈ ഭൂമി കറങ്ങുകയാണല്ലോ, അപ്പൊ അതിന്റെ ബാലൻസിൽ ചെറിയ വ്യതിയാനം വന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്രയും മൈക്രോ സെക്കൻഡിന്റെ ഒരു വ്യതിയാനം ഭൂമിയുടെ കറക്കത്തിൽ പോലും സംഭവിച്ചത്. അപ്പൊ നമ്മള് ദൈനംദിന ജീവിതത്തിൽ ഇതൊന്നും വലിയൊരു നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ല. പക്ഷെ ഈ ആറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ബഹിരാകാശ പേടകങ്ങളിലടക്കം സ്ഥാപിക്കുന്ന സംഗതിയാണ്. അത്രക്ക് സൂക്ഷ്മമായിട്ടാണ് അതിന്റെ സമയം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബാറ്ററി ഒന്നും ഉപയോഗിച്ചിട്ടല്ല, ആറ്റോമിക് എനർജിയിലാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഈ ചെറിയ സമയ വ്യതിയാനം പോലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ അത്രയും വലിയൊരു അണക്കെട്ട് ചൈന അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര വലിയൊരു സുരക്ഷാ ആശങ്ക നമുക്ക് തൽക്കാലം വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഈ രീതിയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ ചൈന ബോധപൂർവം അത് തുറന്നു വിട്ടാൽ പ്രശ്നമാണ്. ഇനി അവിടെ വെള്ളം അനിയന്ത്രിതമായി തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഇന്ത്യക്ക് ഭീഷണിയാണ്. കാര്യം നമ്മുടെ പ്രദേശങ്ങളിൽ വലിയ വരൾച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബദൽ സാധ്യത ഇപ്പൊ നോക്കുകയാണ്. ഒരു കൗണ്ടർ അണക്കെട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി. കാര്യം ഇവര് വലിയ അളവിൽ വെള്ളം തുറന്നു വിട്ടാൽ അതിനെ ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലും ആ ഒഴുകി വരുന്ന വെള്ളം ഒരു പരിധി വരെ നമ്മുടെ ഇടുക്കി ഡാം തടഞ്ഞു നിർത്തും. അപ്പൊ നമുക്ക് അത്ര വലിയ ആശങ്കയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുല്ലപ്പെരിയാറിന്റെ തള്ളൽ ഇടുക്കി ഡാമും കൂടി തകർന്നാലാണ് നമ്മുടെ 3-4 ജില്ലകൾക്ക് ഭീഷണി ഉണ്ടാകുക. ഏതായാലും ഈ പറയുന്ന കൗണ്ടർ അണക്കെട്ടെന്ന് പറയുന്നത് ഈ ചൈന അവിടെ നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്ന് അനിയന്ത്രിതമായി വെള്ളം തുറന്നു വിട്ടാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു അണക്കെട്ടാണ് നമ്മൾ അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഏതാണ്ട് 11,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 1.5 ലക്ഷം കോടി രൂപ ആണ് ഇതിന്റെ പദ്ധതി ചെലവായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെള്ളപ്പൊക്ക നിയന്ത്രണവും അതേപോലെ വൈദ്യുതി ഉൽപാദനവും എങ്ങാനും നമുക്ക് അപ്രിയമായി ഇവര് വെള്ളം തുറന്നു വിട്ടാൽ ആ ഭീഷണി ഒഴിവാക്കലും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. പിന്നെ ഈ ഇവിടെ സംഭരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിന്റെ കണക്കാക്കുന്നത് നമ്മുടെ ഒളിമ്പിക്സിൽ തയ്യാറാക്കുന്ന നീന്തൽക്കുളം ഉണ്ടല്ലോ. അപ്പൊ ആ നീന്തൽക്കുളം എന്ന് പറയുന്ന സാധാരണ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ല, അതായത് നമ്മുടെ ഈ മുകളിൽ നിന്നെടുത്ത് ചാടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഒളിമ്പിക്സ്. അപ്പൊ അവരും സുരക്ഷിതമായി എത്താൻ വേണ്ടി അത്രയ്ക്ക് ആഴത്തിലാണ് അവിടുത്തെ നീന്തൽക്കുളമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു 40 ലക്ഷം നീന്തൽക്കുളം തയ്യാറാക്കിയാൽ അതിൽ എത്രത്തോളം വെള്ളം സംഭരിക്കാം, അത്രയും വെള്ളം സംഭരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ അണക്കെട്ട് തയ്യാറാക്കുന്നത്. ഇനി ചൈന അവിടെ ഒരു അണക്കെട്ട് തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നമ്മളും ഇവിടെ അണക്കെട്ട് തയ്യാറാക്കുന്നതിന്റെ യുക്തി ഒന്ന് ഈ സുരക്ഷാ ആശങ്ക, പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഈ അന്താരാഷ്ട്ര നിയമപ്രകാരം ഏതെങ്കിലും ഒരു നദിയിൽ ഏതെങ്കിലും ഒരു രാജ്യം നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ ആദ്യം ആരാണോ തുടങ്ങുന്നത് അവർക്ക് ആ നദിയുടെ വെള്ളത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാനായിട്ട് ഒരു സേ കിട്ടും. ഞങ്ങളാണ് അവിടെ ആദ്യം തുടങ്ങിയത്. അപ്പൊ ചൈന അവിടെ തുടങ്ങാൻ പോണു, അല്ലെങ്കിൽ തുടങ്ങുന്നു, നമ്മളും തുടങ്ങുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ ആദ്യം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ ആദ്യം നടപടികൾ തുടങ്ങുന്ന രാജ്യത്തിന് ഒരു വാദമുഖം ഉന്നയിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി കിട്ടും. അപ്പൊ അതുകൂടി മനസ്സിലാക്കിയാണ് നമ്മൾ ഇത്തരത്തിലേക്ക് പോകുന്നത്. പക്ഷെ കാര്യങ്ങൾ അത്ര സുഗമമല്ല നിലവിൽ. കാരണം അവിടെ ഈ അതി എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹമുണ്ട്. ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജലവിധാനം ഉയരും, കുറെ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പൊ അവിടുത്തെ ഈ ഗോത്ര സമൂഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തുണ്ട്. ഒരു പക്ഷേ അവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിച്ചുകൊണ്ടൊക്കെ മറ്റേ ആയിരിക്കും അത് നടപ്പാക്കുക. ഏതായാലും ഈ ഇന്ത്യയുടെ അതിർത്തിയിൽ 50 കിലോമീറ്റർ മാറി ചൈന ഒരു ജലബോംബ് സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്ത, ആ ബോംബെന്നൊക്കെ കേൾക്കുമ്പോൾ അത്ര ഭീകരതയിൽ നമ്മൾ കാണേണ്ടതില്ല. എന്നിരുന്നാലും ആശങ്ക തീരെ ഇല്ല എന്ന് പറയാനൊക്കില്ല.